നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയ്ക്കൽ സീറ്റ് CPIM-ന് നൽകി പകരം മലപ്പുറം ഏറ്റെടുത്തതിൽ NCP-യിൽ അമർഷം. സീറ്റ് വെച്ചുമാറുന്ന കാര്യവും സ്ഥാനാർത്ഥിയുടെ കാര്യവും ചർച്ച ചെയ്തില്ല എന്ന് NCP ജില്ലാ അധ്യക്ഷൻ രാമനാഥൻ 24-നോട് പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചെന്നും രാമനാഥൻ കൂട്ടിച്ചേർത്തു. ആ സീറ്റ് തന്നെ ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. വെച്ചുമാറ്റം നേരത്തെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ വന്ന ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിൽ ഒരു പരിപൂർണത ഇപ്പോൾ വന്നിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെ ആകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സീറ്റ് കോട്ടക്കൽ സീറ്റ് ഞങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തോട്. നിഖിൽ പരമേശ്വർ മലപ്പുറത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഈ സീറ്റ് ധാരണ അതിൽ ഘടകകക്ഷികൾക്കിടയിൽ ഇപ്പോഴും വലിയ അമർഷവും അതിർത്തിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നതിന്റെ മറ്റൊരു തെളിവാണ് NCP-യിലെ ഈ വിഷയം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ത്? പ്രജിൻ, 3 സീറ്റുകളിലാണ് LDF-ൽ NCP മത്സരിക്കാറ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എലത്തൂരാണ്. എലത്തൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. മറ്റൊന്ന് കോട്ടക്കലാണ്. കോട്ടക്കൽ നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. എല്ലാ കാലത്തും അവിടെ UDF വലിയ മുൻതൂക്കം കാണിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പും എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ UDF-ന്റെ വോട്ട് വിഹിതം ക്രമാനുഗതമായി കുറയ്ക്കാൻ അവിടെ NCP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ കേവലം 15,000 വോട്ടുകൾക്കാണ് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാധ്യത തങ്ങൾക്കുണ്ട് എന്ന് NCP മനസ്സിലാക്കുന്നുണ്ട്. ഇത്തവണ ചെയ്തത് ആ സീറ്റ് CPIM ഏറ്റെടുക്കുകയും മലപ്പുറം സീറ്റ്, അതായത് NCPക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത, LDF-ന് യാതൊരു സാധ്യതയുമില്ലാത്ത മലപ്പുറം സീറ്റ് NCPക്ക് നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് മുന്നണി ധാരണ പ്രകാരം എടുത്തിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ NCP ജില്ലാ കമ്മിറ്റിയുടെ യാതൊരു അഭിപ്രായവും തേടിയിട്ടില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. തങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയോ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇപ്പോൾ മലപ്പുറത്ത് സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ചു എന്നാണ്, അല്ലെങ്കിൽ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇക്കാര്യത്തിലൊന്നും ജില്ലാ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. തങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മലപ്പുറം സീറ്റ് പോരാ, കോട്ടക്കൽ തന്നെ, സാധാരണ മത്സരിച്ച് പോരുന്ന കോട്ടക്കൽ തന്നെ വേണം. അങ്ങനെയെങ്കിൽ ഇത്തവണ അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ അധ്യക്ഷൻ രാമനാഥൻ വ്യക്തമാക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി അറിയിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം 24-നോട് വ്യക്തമാക്കുകയുണ്ടായി. പ്രജിൻ, യെസ്, നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.